ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് നമുക്കിവിടെ 30,000 തന്നിരിക്കുന്നത്. അത് ഇങ്ങോട്ട് ഇറക്കി എഴുതുക. നെക്സ്റ്റ് വരുന്നത് പർച്ചേസാണ്. പർച്ചേസ് 70,000 വരുന്നുണ്ട്. അത് ഇവിടേക്ക് എഴുതിയ ശേഷം നമുക്കതിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്യാനുണ്ട്. 1000 റിട്ടേൺ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ 1000. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലെസ് ചെയ്തിട്ട് നമുക്കിവിടെ എമൗണ്ട് 69,000 കിട്ടും. നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജസ് ആണ്. വേജസിൻ്റെ കൂടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് 2000. നമ്മളെന്ത് ചെയ്യുക, ഇവിടെ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക 2000. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6000 കിട്ടും. നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പം സെയിൽസ് 1,50,000 ആണ്. അതിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്യുക 2000 കിട്ടും. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 20,000. അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ വരുന്നത് ക്രെഡിറ്റ് സൈഡാണല്ലേ. ആ എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 63,000 കിട്ടും. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമ്മൾ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുക 63,000. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് റെൻറ്റ്, സാലറി, ബാഡ് ഡെബ്റ്റ്, ട്രേഡ് എക്സ്പെൻസ്, ഇൻഷുറൻസ്, റിപ്പയർ, ട്രാവലിംഗ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് കാണിക്കാനുണ്ട്. അതിൽ നമുക്ക് റെൻറ്റിൻ്റെതൊക്കെ ഡയറക്റ്റ് എടുത്തിരിക്കുന്നു. സാലറി മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീപെയ്ഡ് തന്നിരിക്കുന്നത്. ഇവിടെ സാലറീസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1000 തന്നിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ലെസ് ചെയ്തിട്ട് കാണിക്കുക. അപ്പം നമുക്ക് 7,000 ആൻസർ കിട്ടും. നമ്മൾ എക്സ്പെൻസുകളെല്ലാം ഇവിടെ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 90,000 ആണ്. അതിൻ്റെ 5% കാണുമ്പോൾ നമുക്ക് 4,500 കിട്ടും. മെഷീനറി ആണെങ്കിൽ 60,000 ആണ്. അതിൻ്റെ 5% കാണുമ്പോൾ നമുക്ക് 3,000 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറക്കി എഴുതാം. അതിന് ശേഷം ആ എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതിയ ശേഷം ഓരോന്നായിട്ട് നമ്മൾ ലെസ് ചെയ്യാം. ലെസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 36,600 കിട്ടും. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് എത്ര തന്നിരിക്കുന്നത് 1 lakh ആണ്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതേണ്ടതുണ്ട് ലയബിലിറ്റി സൈഡിൽ. നെക്സ്റ്റ് വരുന്ന ഐറ്റംസ് ലോണ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ്, പേബിള്, ബാങ്ക് ഓടി. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ 2000 തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി ഡിപ്രീസിയേഷനാണ്. ബിൽഡിങ് 90,000 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇവിടെ P&L അക്കൗണ്ടിൽ 90,000-ൻ്റെ 5% കാണുമ്പോൾ കിട്ടിയിട്ടുള്ള 4,500 അത് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ലെസ് ചെയ്ത് കാണിക്കുക. നമുക്ക് 85,500 കിട്ടും. അതേപോലെ മെഷീനറീൻ്റെ എമൗണ്ടായ 6,000 നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 57,000 കിട്ടും. നെക്സ്റ്റ് വരുന്ന ഐറ്റം അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് സാലറി. പ്രീപെയ്ഡ് സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ
നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 1000. അതാണ് നമ്മൾ ഇവിടേക്ക് പ്രീപെയ്ഡ് സാലറി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ എടുത്തെഴുതിയിട്ടുള്ളത്. ക്യാഷ്, ബാങ്ക് എല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് 2,03,300 ആൻസർ കിട്ടുന്നത്.